സാദിഖ് ഫൈസി താനൂർ, ഇപ്പോൾ ഇവിടെ ശ്രീ അനിൽ ബോസ് പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾക്ക് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മതസൗഹാർദ്ദം തകർക്കുന്നൊരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് സീതാറാം യെച്ചൂരിയും CPM ഒക്കെ അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് 11 വെള്ളി ഇഷ്ടികകളാണ് കോൺഗ്രസ് നേതാവ് കമൽനാഥ് കൊടുത്തയച്ചിരിക്കുന്നത് എന്നതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് അനിൽ ബോസ് പറയുന്നു, ഈ ശ്രീരാമനെ ഭജിക്കരുതെന്നോ ശ്രീരാമനെ ആരാധിക്കരുതെന്നോ എന്നൊരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളത് ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായി കണ്ടാൽ മതി. അതിനപ്പുറം ഒരു രാഷ്ട്രീയം അതിനകത്ത് കാണേണ്ടതില്ല. BJPയുടെ കുത്തകാവകാശമല്ല ശ്രീരാമൻ അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മ സംരക്ഷണം. ആ സന്ദേശം കൂടി നൽകും കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസിൻ്റെ ഈ നിലപാടിൽ താങ്കൾക്ക് വ്യക്തത കിട്ടിയോ? താങ്കൾ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാർത്തെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം നേതൃത്വം നൽകുകയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അങ്ങനെ തന്നെ. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ഇന്ത്യയുടെ തുടക്ക കാലഘട്ടത്തിൽ 1951 ഇതുപോലെ ഒരു വിവാദം ഉണ്ടാകുന്നു. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ്, ഇന്ത്യയുടെ ഫൗണ്ടർ എന്ന് പറയാവുന്ന, ഇന്ത്യയെ ഇவ்விധം മോൾഡ് ചെയ്തെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട്. അവിടെ രാജേന്ദ്ര പ്രസാദ് ആ ഒരു ഫംഗ്ഷനിലേക്ക്, സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയ രാജേന്ദ്ര പ്രസാദിനോട് പരസ്യമായി വിയോജിക്കുകയും ഇത് നമ്മുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ ശ്രീ സാദിഖ് ഫൈസി താനൂർ, ആ രാഷ്ട്രീയ സാഹചര്യവും ആ രാഷ്ട്രീയ കാലാവസ്ഥയും അല്ലല്ലോ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇവിടെ ഹിന്ദുത്വ എന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആശയമായി കൊണ്ടുവരുന്ന BJP 3ാം വട്ടവും അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇവിടെ ഹിന്ദു ധർമ്മ സംരക്ഷകരായി അവർ എത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ ഒരു പ്രീണനത്തിലൂടെ അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന അജണ്ട മുന്നോട്ട് വെച്ച് അവരെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരെ ആകർഷിക്കാൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു നീക്കം എന്ന ഒരു വ്യാഖ്യാനം കോൺഗ്രസ് നൽകുന്നുണ്ട്. അത് അംഗീകരിക്കപ്പെടേണ്ടതല്ലേ പുതിയ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഹ്റുവിൻ്റെ ആ പോളിസിയിൽ നിന്ന് ഇന്നത്തെ പോളിസിയിലേക്കുള്ള മാറ്റമാണ് കോൺഗ്രസിനെ ഇவ்விധം അധോഗതിയിലേക്ക് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അന്നത്തെ സാഹചര്യം മാറി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മാറി എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്താൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നെഹ്റു കാണിച്ചിട്ടുള്ള ആ ഒരു ശൈലിയിൽ നിന്ന് മാറുകയും മറിച്ച് ഒരു മൃദുഹിന്ദുത്വത്തിൻ്റെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക, അങ്ങനെ തൃപ്തിപ്പെടുത്തി കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാക്കാതെ പോയ ഈ 3 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 4ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 3ഇടത്തും കനത്ത തിരിച്ചടി ഏറ്റിട്ടും കോൺഗ്രസ് തിരിച്ചറിയാതെ പോയ ഒരു വലിയൊരു വസ്തുത ഉണ്ട്. തീവ്ര ഹിന്ദുത്വത്തെ മൃദുഹിന്ദുത്വം കൊണ്ട് സമീപിച്ചു കഴിഞ്ഞാൽ വിജയിക്കാനാകില്ല എന്നുള്ളത് മധ്യപ്രദേശിലെ കമൽനാഥ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ്. ഈ ഉദാഹരണങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് കോൺഗ്രസ് വീണ്ടും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ രാമഭക്തരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരുടെ ദൈവസങ്കല്പങ്ങളിൽ പെട്ടതായിരിക്കാം അത്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു മസ്ജിദ് തകർക്കപ്പെട്ടിട്ടാണ് സ്വാഭാവികമായും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മിത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ രാമഭക്തി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെതാണെങ്കിൽ പോലും ഇന്ത്യയിൽ ശ്രീരാമൻ ജനിച്ച ഇടമാണ് ഇപ്പോൾ വിവാദത്തിലുള്ള സ്ഥലം എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രപരമായി നിരവധി ഡിബേറ്റുകൾ നടന്നിട്ടുള്ളതാണ്, സംവാദങ്ങൾ നടന്നിട്ടുള്ളതാണ്. അത്തരം ഒരു സംവിധാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ വിധം പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ മിത്തുകളെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ആ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പുനർനിർമ്മിക്കുകയാണ് എന്ന് പറയുമ്പോൾ, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കുകയാണ് എന്ന് പറയുമ്പോൾ, തൊട്ടപ്പുറത്ത് കാശി വിശ്വനാഥുമായി ബന്ധപ്പെട്ട ഗ്യാൻ വ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട വാരണസിയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ കോൺഗ്രസ് എന്തു നിലപാടാണ് സ്വീകരിക്കുക? സ്വാഭാവികമായും ആർക്കിയോളജിക്കൽ സർവേക്ക് അവിടെ ഖനനം നടത്താനുള്ള, സർവേ നടത്താനുള്ള അനുമതി ഇന്ത്യയിലെ സുപ്രീം കോടതി നൽകിക്കഴിഞ്ഞു. ഏത് സുപ്രീം കോടതിയാണ് ഇത് നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജുഡീഷ്യറിയൊക്കെ എവിടെ എത്തി എന്നതിൻ്റെയും കൂടി ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിലവിൽ, നമ്മുടെ ഭരണഘടനയിൽ നിലവിലുണ്ട് വർഷിപ്പ് പ്ലേസുകളുടെ അതിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിയമമുള്ള 999 ഇന്ത്യൻ പാർലമെന്റ് നിയമമാക്കിയിട്ടുള്ള 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഏതെല്ലാം ആരാധനാലയങ്ങൾ എவ்விதം നിലനിൽക്കുന്നുവോ അவ்விதം ഇവിടെയുള്ള ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം, എല്ലാ മതങ്ങളുടേതും എന്ന ആക്ട്, നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലിരിക്കുകയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി പുതുതായി ബാബരി മസ്ജിദ് ഒരു ഭാഗത്ത് എത്തി. ഇനി അടുത്ത വിവാദ മസ്ജിദുകളിലേക്ക് കൂടിയിട്ട് അതിൻ്റെ മറ്റു വിവാദങ്ങൾക്ക് തിരികൊളുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ബാബരി മസ്ജിദിലോ ഗ്യാൻവാപി മസ്ജിദിലോ ഉണ്ടാകുന്നതല്ല. ഇവിടെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മതത്തെ എത്ര കാലം ചൂഷണം ചെയ്യാൻ പറ്റുമോ, മഹാഭൂരിപക്ഷത്തെ എത്ര കാലം അവരുടെ വിശ്വാസവും സെന്റിമെന്റലായിട്ടുള്ള ഇമോഷണൽസും വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രയും കാലം ചൂഷണം ചെയ്യാൻ ഇവിടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ടാകും, വിവാദങ്ങളുണ്ടാകും, മിത്തുകളുണ്ടാകും. ഈ മിത്തുകളെ തിരിച്ചറിയാൻ, അതുപോലെ ഈ പറയുന്ന മൃദുഹിന്ദുത്വത്തെ, തീവ്ര ഹിന്ദുത്വത്തെ മൃദുഹിന്ദുത്വം കൊണ്ട് നേരിടാനാകില്ലെന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ 10-30 വർഷത്തിനിടയിൽ തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നത് വളരെ സങ്കടത്തോടെ നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്കൊക്കെ അറിയാം, ഞാൻ വരാം.